ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് സെൻറ്റൻസസിനെ കുറിച്ചാണ്. ഈ സെൻറ്റൻസസിൻ്റെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്രേസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ സെൻറ്റൻസസ് ആണ്, 2-3 വാക്കുകൊണ്ട് ഫോം ചെയ്ത സെൻറ്റൻസസ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പഠിക്കാൻ പറ്റും. സപ്പോസ് ഒരാൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെ റിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ വിതൗട്ട് എനി ഡ്യൂ ലെറ്റ്സ് സ്റ്റാർട്ട്. അത് ഒരു വലിയ കാര്യമാണ്, അല്ലെങ്കിൽ അത് അടിപൊളിയാണെന്നൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ദാറ്റ്സ് ഗ്രേറ്റ്. എങ്ങനെയാണ്? ദാറ്റ്സ് ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ക്ലിയർ? എപ്പോഴാണ് നമ്മൾ അത് വലിയ കാര്യമാണെന്നൊക്കെ പറയേണ്ടി വരിക? ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് പറയുമ്പോഴൊക്കെ നമുക്ക് പറയേണ്ടി വരും. സപ്പോസ് ഒരാൾ വന്നിട്ട് പറയാണ് അവൾക്ക് പ്രൊമോഷൻ കിട്ടി, അവൾക്ക് പ്രൊമോഷൻ കിട്ടി. എങ്ങനെയാണ് അവൾക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് പറയാ? ഷീ ഗോട്ട് എ പ്രൊമോഷൻ, ഷീ ഗോട്ട് എ പ്രൊമോഷൻ. അപ്പൊ നമ്മൾ എന്ത് പറയും? ഓ ദാറ്റ്സ് ഗ്രേറ്റ്. എന്താണ് പറയാ? ദാറ്റ്സ് ഗ്രേറ്റ്. അത് വലിയ കാര്യമാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഇനി ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു എന്നെങ്ങനെയാ നമ്മൾ പറയാ? ഞാൻ അതിൽ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ നീ പറഞ്ഞ കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. ഐ എഗ്രി, ഐ എഗ്രി. എപ്പോഴാണ് നമ്മൾ ഐ എഗ്രി എന്ന് പറയേണ്ടി വരിക? ഇപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് തോന്നുന്നു നമുക്ക് പാർക്കിൽ പോകാമെന്ന്. അയാളുടെ ഒപ്പീനിയൻ പറയാണ് എനിക്ക് തോന്നുന്നു നമുക്ക് പാർക്കിൽ പോകാമെന്ന്. ഐ തിങ്ക് വി ഷുഡ് ഗോ ടു ദ പാർക്ക്, ഐ തിങ്ക് വി ഷുഡ് ഗോ ടു ദ പാർക്ക്, ഐ തിങ്ക് വി ഷുഡ് ഗോ ടു ദ പാർക്ക്. അപ്പോൾ നമുക്ക് പാർക്കിൽ പോവാന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ് ഐ എഗ്രി. എങ്ങനെയാണ്? ഞാൻ സമ്മതിക്കുന്നു, ഞാനും സമ്മതിക്കുന്നു. എങ്ങനെ പറയും? ഐ എഗ്രി. ക്ലിയർ? ഇനി നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്കത് തോന്നുന്നില്ല എന്ന് പറയേണ്ടി വരും അല്ലേ? ചിലൊരു കാര്യം പറയുമ്പോൾ നമ്മൾക്ക് തോന്നും ഇല്ല ഞാനത് കരുതുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് തോന്നുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? എനിക്കത് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാനത് കരുതുന്നില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് തിങ്ക് സോ, ഐ ഡോണ്ട് തിങ്ക് സോ. എങ്ങനെയാണ്? ഐ ഡോണ്ട് തിങ്ക് സോ, ഐ ഡോണ്ട് തിങ്ക് സോ. സോ എപ്പോഴാണ് നമുക്ക് ഐ ഡോണ്ട് തിങ്ക് സോ എന്ന് പറയാൻ, ഞാനത് കരുതുന്നില്ല എന്ന് പറയേണ്ടി വരിക? ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് ഇന്ന് മഴ പെയ്യുമെന്ന് കരുതുന്നുണ്ടോ, ഇന്ന് മഴ പെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഡു യു തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുഡേ, ഡു യു തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുഡേ, ഡു യു തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുഡേ. അപ്പം നമുക്ക് പറയാം ഇല്ല ഞാൻ കരുതുന്നില്ല, ഐ ഡോണ്ട് തിങ്ക് സോ. എങ്ങനെയാ പറയാ? ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ കരുതുന്നില്ല എന്നൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കരുതുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയാ പറയാ? ഐ ഡോണ്ട് തിങ്ക് സോ, ഐ ഡോണ്ട് തിങ്ക് സോ. ക്ലിയർ? ഇനി നമുക്ക് അത് ഭയങ്കര രസകരമാണ് കേട്ടോ, അത് ഭയങ്കര രസകരമാണ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരില്ല. അത് ഭയങ്കര രസകരമാണ്, അല്ലെങ്കിൽ അത് രസകരമാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എപ്പോഴാണ് നമുക്ക് ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയേണ്ടി വരിക? നമ്മൾ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ നമുക്ക് സംതിങ് നമ്മളെ ഭയങ്കര എക്സൈറ്റഡ് ആക്കുന്ന ഒരു കാര്യം കേൾക്കുമ്പോഴൊക്കെ നമ്മൾ പറയും ഓ ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര രസകരമാണെന്നൊക്കെ പറയാം അല്ലേ? സപ്പോസ് ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ ബഹിരാകാശത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം വായിച്ചു. ഐ റെഡ് എ ബുക്ക് അബൌട്ട് സ്പേസ്, ഐ റെഡ് എ ബുക്ക് അബൌട്ട് സ്പേസ്, ഐ റെഡ് എ ബുക്ക് അബൌട്ട് സ്പേസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അത് വളരെ രസകരമാണ്. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ക്ലിയർ? ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് ഉറപ്പില്ല എന്ന് പറയേണ്ടില്ലേ? എനിക്ക് അത്ര ഉറപ്പില്ല കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല, അല്ലെങ്കിൽ അറിയാം പക്ഷെ അത് ശരിയാണോ എന്ന് അറിയില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് പറയും? എനിക്ക് ഉറപ്പില്ല. എങ്ങനെയാണ് എനിക്ക് ഉറപ്പില്ല എന്ന് ഇംഗ്ലീഷിൽ പറയാം? ഐ എം നോട്ട് ഷുവർ. എങ്ങനെയാണ്? ഐ എം നോട്ട് ഷുവർ, ഐ എം നോട്ട് ഷുവർ. അപ്പോൾ നമ്മളുടെ അടുത്ത് എപ്പോഴാണ് നമുക്ക് ഐ എം നോട്ട് ഷുവർ എന്ന് പറയേണ്ടി വരിക? ഒരാൾ ചോദിക്കുകയാണ് ഈ മീറ്റിംഗ് എപ്പോൾ തുടങ്ങും എന്നറിയാമോ? ഈ മീറ്റിംഗ് എപ്പോൾ തുടങ്ങും? ഡു യു നോ വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ്, ഡു യു നോ വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ്, ഡു യു നോ വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ്. അപ്പോൾ നമുക്കറിയില്ല, നമുക്ക് ഉറപ്പില്ല എപ്പോഴാണ് തുടങ്ങുകയെന്ന്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഐ എം നോട്ട് ഷുവർ. നമുക്കറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഉറപ്പില്ലാത്തൊരു കാര്യം ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? ഐ എം നോട്ട് ഷുവർ. എനിക്കറിയില്ല, എനിക്ക് ഉറപ്പില്ല, ഐ എം നോട്ട് ഷുവർ. ക്ലിയർ? ഇനി ചില കാര്യങ്ങളൊക്കെ ഭയങ്കര തമാശയാണെന്നൊക്കെ പറയില്ലേ? അത് വലിയ തമാശയാണ്, അല്ലെങ്കിൽ അത് ഭയങ്കര കോമഡിയാണ് കേട്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കര വിറ്റാണ് കേട്ടോ എന്നൊക്കെ നമ്മൾ പറയില്ലേ? എങ്ങനെയാണ് നമ്മൾ പറയാ അത് വലിയ തമാശയാണെന്ന്?
ദാറ്റ്സ് ഫണ്ണി, ദാറ്റ്സ് ഫണ്ണി, ദാറ്റ്സ് ഫണ്ണി. ഓക്കെ, എപ്പോഴാണ് ദാറ്റ്സ് ഫണ്ണി എന്ന് പറയേണ്ടി വരിക? നമുക്ക് ഒരാൾ നമ്മളെ അടുത്ത് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നു. സപ്പോസ് അവൻ പഴത്തൊലിയിൽ ചവിട്ടി വീണു. എങ്ങനെയാണ് അവൻ പഴത്തൊലിയിൽ ചവിട്ടി വീണു? ഹി സ്ലിപ്ഡ് on a banana peel. He slipped on a banana peel. He slipped on a banana peel. അപ്പോൾ അവൻ പഴത്തൊലിയിൽ ചവിട്ടി വീണു എന്ന് പറയുമ്പോഴേക്ക് അതൊരു ഫണ്ണായി. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഓ ദാറ്റ്സ് ഫണ്ണി. എങ്ങനെയാ പറയാ? നമ്മൾ അങ്ങനെ ഒരു തമാശ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ഓ ദാറ്റ്സ് ഫണ്ണി, ദാറ്റ്സ് ഫണ്ണി. ക്ലിയർ? ഇനി ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നല്ലേ ചിലത്. അപ്പം നമ്മൾ പറയും ഇത് കേൾക്കാൻ ഭയങ്കര വിഷമമുള്ളതാണ്, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇപ്പോൾ എന്തെങ്കിലും സാഡ് ന്യൂസൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് കേൾക്കാൻ വിഷമമുള്ളതാണ്. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ പലപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അത് കേൾക്കാൻ വിഷമമുള്ളതാണ്. എങ്ങനെയാ പറയാം? ഐ എം സോറി ടു ഹിയർ ദാറ്റ്. ഐ എം സോറി ടു ഹിയർ ദാറ്റ്. ഐ എം സോറി ടു ഹിയർ ദാറ്റ്. ഇപ്പോൾ ഒരാൾ പറയാണ് എനിക്കെൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് മൈ ഫോൺ. ഐ ലോസ്റ്റ് മൈ ഫോൺ. ഐ ലോസ്റ്റ് മൈ ഫോൺ. അപ്പം നമ്മൾ എന്ത് പറയണം? അത് ഭയങ്കര സാഡ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അയാളുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുവരാണ്. അപ്പം നമ്മൾ പറയണം ഓ അത് കേൾക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ എന്ന് നമ്മൾ എങ്ങനെ പറയാം? ഐ എം സോറി ടു ഹിയർ ദാറ്റ്. ഐ എം സോറി ടു ഹിയർ ദാറ്റ്. ഇനിയിപ്പോൾ ആരുടെങ്കിലും മരണവാർത്തയൊക്കെ വരികയാണ്. അപ്പം നമ്മളവിടെ അടുത്ത് അവർ പറയുകയാണ് ഇങ്ങനെ ഒരാൾ മരിച്ചു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓ ഐ എം സോറി ടു ഹിയർ ദാറ്റ്. ഐ എം സോറി ടു ഹിയർ ദാറ്റ്. ഐ എം സോറി ടു ഹിയർ ദാറ്റ്. ഇതൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. സോ എങ്ങനെയാണ് നമുക്ക് പറയാം? ഐ എം സോറി ടു ഹിയർ ദാറ്റ്. ഇനി ഞാൻ നിന്നിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു, ഞാൻ നിന്നിൽ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരില്ലേ? ചില ഹാപ്പി ന്യൂസസ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ നിന്നിൽ ഭയങ്കര പ്രൗഡാണെന്നൊക്കെ പറയുന്നതിന് പകരം ഞാൻ നിന്നിൽ ഭയങ്കര സന്തോഷിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? എങ്ങനെ പറയാം? ഐ എം ഹാപ്പി ഫോർ യു. ഐ എം ഹാപ്പി ഫോർ യു. ഞാൻ നീ കാരണം ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ സന്തോഷിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം? ഐ എം ഹാപ്പി ഫോർ യു. ഇപ്പോൾ ഒരാൾ വന്ന് പറയാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച കോളേജ് ലഭിച്ചു. ഐ ഗോട്ട് ഇൻ ടു മൈ ഡ്രീം കോളേജ്. ഐ ഗോട്ട് ഇൻ ടു മൈ ഡ്രീം കോളേജ്. ഐ ഗോട്ട് ഇൻ ടു മൈ ഡ്രീം കോളേജ്. അത് വളരെ ഹാപ്പി ആയുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ആ പേഴ്സൻ്റെ ഭയങ്കര ഹാർഡ് വർക്ക് കൊണ്ടായിരിക്കും കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഐ എം ഹാപ്പി ഫോർ യു. ഞാൻ നിന്നിൽ സന്തോഷിക്കുന്നു. ഐ എം ഹാപ്പി ഫോർ യു. ഐ എം ഹാപ്പി ഫോർ യു. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.